തകഴി കുന്നുമ്മലിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. കൊല്ലനാടി പാടശേഖരത്തിന്റെ തെക്കേ ബണ്ടിന് സമീപത്തുനിന്ന് മൃതദേഹം കണ്ടെടുത്തു. അവിവാഹിതയായ മാതാവും ആൺസുഹൃത്തും ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനാകുമെന്ന് പോലീസ്. രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിലെത്തിയതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം പുറത്തറിഞ്ഞത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി. ഇന്നലെ രാത്രി ആൺസുഹൃത്ത് തോമസ് ഔസേപ്പ്, സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒന്നാം പ്രതിയായ തോമസ് ഔസേപ്പാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. നവജാത ശിശുവിന്റേത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ. അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കുന്ന സമയമായിട്ടില്ല. ആയിരുന്നു കുഴിച്ചിട്ട് തന്നെ തന്നെ. അതെ അതെ, അയാൾ തന്നെ കാണിച്ചു. അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമാകുക. കുട്ടിയുടെ അമ്മ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ മാസം 7-ാം തീയതിയാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുള്ളതായി SP വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അമ്മയെ അടക്കം പ്രതിയാക്കിയാകും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രാത്രി രേഖപ്പെടുത്തും. 24 ആലപ്പുഴ.